സത്യം പറഞ്ഞാൽ എനിക്ക് മുട്ട ബജി കിട്ടിയില്ല. ഇനി അറിയാൻ വേണ്ട. അയ്യാ പഴംപൊരി കട മേടിക്കും വേണം. നമ്മുടെ കുറെ പൈസ എവിടെയുണ്ട്? നമ്മളെവിടാ പോണേ? വീട്ടിൽ പോവാ. ആരുടെ വീട്ടില്? ഭാര്യ വീട്ടിലോ? അമ്മേ വേണ്ട, തീരെ വേണ്ട. പട്ടി വേണ്ട. ആക്ച്വലി ഗൈസ് ഞങ്ങൾ ദേ പത്തനംതിട്ട വരെ പോവാണ്. പത്തനംതിട്ട വീട്ടിൽ പോവാ. സത്യം ഞങ്ങൾക്ക് 2 വീടുണ്ട്. ഒന്ന് പത്തനംതിട്ടയും ഞങ്ങളെ അറിയാവുന്നവർക്ക് നിങ്ങൾക്ക് അറിയായിരിക്കും. സ്വന്തം വീടാണല്ലേ. ഒരു വീട് വയനാടും ഒരു വീട് പത്തനംതിട്ടയും. പത്തനംതിട്ട വരുന്നത് എന്റെ വീടാണ്, വയനാടും എന്റെ വീട് തന്നെയാണ്. പക്ഷെ എനിക്ക് കെട്ടിച്ചു വിട്ട വീടാണ്. അല്ലോ ഇത് എന്റെ വീട് തന്നെയാണ്. പക്ഷെ ഞങ്ങൾ താമസിക്കുന്നത് ഈ രണ്ടിടത്തുമല്ല. ഞങ്ങൾ താമസിക്കുന്നത് എറണാകുളത്താണ്. ഞങ്ങള് അതെ ഇഷ്ടപ്പെടുന്ന ഒരു അപ്പൊ ഞാനോ ചുമ്മാ ഞങ്ങൾ രണ്ടുപേരും വർക്ക് ചെയ്യുന്ന എറണാകുളത്താണ്. അപ്പം ഞങ്ങളിങ്ങനെ മന്ത്ലി വൺസ് അല്ലെങ്കിൽ ട്വൈസ് ആയിട്ട് രണ്ടിടത്തും പോകും. ഞങ്ങള് സത്യത്തിൽ ട്രിപ്പ് മോഡാ. ഇവിടുന്ന് കൊച്ചിയിൽ ഞങ്ങള് വയനാടേക്കും പോകും, കൊച്ചിയിൽ ഞങ്ങള് പത്തനംതിട്ടയ്ക്കും. അപ്പൊ ഏകദേശം തനിക്ക് കുടിക്കുന്നതിന്റെ കേസ് മാത്രല്ലാണ്ട് ഉണ്ടെന്ന് തോന്നുന്നുണ്ടല്ലോ. അല്ലെങ്കിൽ ഒരു കുടിനെ വേറെ കുടിനെ കണ്ടാൽ മനസ്സിലാവും. ഞാൻ വീട്ടിൽ കാണിച്ചു കൊടുക്കും. അപ്പം ഇതാണ് ഞങ്ങളുടെ ഒരു ബ്രീഫ്. പിന്നെ ഞങ്ങളെ അറിയാവുന്നവർക്ക് ഞങ്ങൾ നല്ല രീതിക്ക് അറിയാം എന്ത് ഞങ്ങളാണെന്ന്. പിന്നെ നമ്മൾ വേറെ ആണോ? നീ എന്തൊക്കെ അറബിയിൽ പറയുന്നു? ശരിയാ. നമ്മളെ പറ്റി എന്താ പിന്നെ വേറെ പറയാ? നമ്മളെ പറ്റി ഒന്നും പറയാനില്ല. ആക്ച്വലി ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷമാകുന്നു. ഞങ്ങൾ സെയിം കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്കൊക്കെ തോന്നാം ഇതൊരു ലവ് മാരേജ് ആണോ എന്ന്. പക്ഷെ ഞങ്ങളുടെ ലവ് സ്റ്റോറി ഞങ്ങൾ പിന്നെ പറയുമായിരിക്കും. ലവ് സ്റ്റോറി എന്ന് പറയാനുണ്ടോ? അത് ഞങ്ങൾ പിന്നെ വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇതിപ്പോ നമ്മളൊരു പോകുന്നതിന്റെ എടുക്കുമല്ലേ, പിന്നെ നമ്മള് അത് ഇതിനകത്ത് തള്ളി കയറ്റുന്നില്ല. എന്നാലും ഞങ്ങൾ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ഞങ്ങൾ ഈ പോകുന്ന വഴി ഞങ്ങളുടേതായ കുറച്ച് സംസാരങ്ങള് കാര്യങ്ങള് നിങ്ങളോട് അറിയിക്കാന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ എടുക്കുന്നത്. ഈ പേട്ടിരിപ്പ് മാത്രമേ ഉള്ളൂ. നോക്കിയിട്ടോ നീ? അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചില കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അവിടെ ഒരു ചായക്കട ഇട്ടാ നമുക്ക് അവിടെ നിന്ന് ചായ കുടിക്കാം. ഇല്ലെങ്കിൽ പിന്നെ ഏറി വിട്ട് നമുക്ക് ചായ കിട്ടത്തില്ല. ഞാൻ ലാപ്പ് ഓഫ് ചെയ്തിട്ടുണ്ട്. എനിക്കുണ്ടോ? ഞാൻ കഴിക്കില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് മുട്ട ബജി കിട്ടിയില്ല. ഇവന് മാത്രമേ കിട്ടുള്ളൂ. മുട്ട ബജി ആയിരുന്നില്ല. മുട്ട ബജി കഴിക്കാൻ പോയ ഞാൻ, പക്ഷെ കിട്ടിയത് പൊട്ടറ്റോ ബജി, മുളക് ബജി. ആത്തേണ്ടി തിന്നു. അമ്മയെ നമ്മൾ രണ്ടുപേരും വൈറ്റ് മുട്ട പപ്സ് കഴിക്കാൻ പറ്റുമോ? വണ്ടി പൊടിയാവും. അല്ലട തനിനാട് ഭക്ഷണക്കട. മീൻ കടയാടി അല്ല, ഭക്ഷണശാലയായിരുന്നത്. ഭക്ഷണശാലയില് കടി കിട്ടുമോ? അല്ല പിന്നെ കുണ്ടിയാണോ? ഇത് ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് യൂട്യൂബ് അല്ല യൂട്യൂബ് എന്റെ ഇവിടേക്ക് എന്തോരം കടയിൽ എനിക്ക് എന്തെങ്കിലും തിന്നാൻ വാങ്ങിച്ചു തരുമോ? എങ്ങനെ വേണ്ട 3-3.5 മണിക്കൂർ ഞാൻ വിശന്നിരുന്ന് പട്ടിണി ഇരുന്ന് വീട്ടിൽ ചെന്നിട്ട് കഴിക്കാൻ പറ്റും, ഉറപ്പാ. എന്താ അടുത്ത കടയിൽ നമ്മൾ മുട്ട ബജി കാണുന്നു. ഞാൻ കണ്ടില്ല എങ്കിൽ നമ്മൾ തിരിച്ചു വരും. നമ്മൾ തിരിച്ചു വന്നാൽ കട മേടിക്കും വേണം. നമ്മുടെ കുറെ പൈസ എവിടെയുണ്ട്? ലാസ്റ്റ് തല്ല് പഴം ഉണ്ടാക്കി ഒരു പഴംപൊരി കിട്ടി. പഴംപൊരി വണ്ടി ചെറിയ ഗ്രാമിൽ ഞങ്ങൾ നല്ല തല്ലും പിടിച്ചു.
ആ വാശിക്ക് പഴംപൊരിയും കിട്ടും. ഒന്നുകൂടെ പഠിക്ക. ഇപ്പൊ പാടിയത് പാടാം. പാട്. തുടങ്ങി നമ്മൾ ഇനി കാണുമെന്ന് തോന്നുന്നില്ല. നമ്മുടെ വെള്ള ഷർട്ട് മാത്രമേ കാണുള്ളൂ കേട്ടോ. ഒരു ബന്ധമില്ലാണ്ട് വെള്ള വെള്ളയിട്ട് ഇറങ്ങിയിരിക്കാറുണ്ട് വെള്ളപ്പിശാശം. നിങ്ങക്ക് ഞങ്ങളെ കാണാൻ പറ്റിയില്ലെങ്കിലും ഒരു പക്ഷെ വീടിന്റെ അവിടെ വരെ ഞങ്ങളുടെ വെള്ള ഷർട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ അതുകൊണ്ട് വൈറ്റ് കോസ്റ്റ്യൂമിലൊക്കെ ഇറങ്ങിയേക്കുന്നത്. പക്ഷെ ഞങ്ങൾ ഒന്നും അതായത് ഞങ്ങൾ പ്ലാൻഡും അല്ല. ഞാൻ രാവിലെ ഓഫീസിൽ ഈ ഡ്രസ് ഇട്ട് പോയി. ഇപ്പൊ ഞാൻ വൈകുന്നേരം വണ്ടിയിൽ വന്ന് കയറിയപ്പോ സദ്യയൊക്കെ രണ്ട് ഷിഫ്റ്റ് ആട്ടോ. നിങ്ങൾക്ക് അറിയുമോ നിങ്ങൾക്ക് അറിഞ്ഞൂടാ. എനിക്ക് മോർണിംഗ് ഷിഫ്റ്റും എനിക്ക് ഈവനിങ് ഷിഫ്റ്റും ആണ്. ഈവനിങ് ഷിഫ്റ്റ് 2 to 10 ആ ടൈമിങ്ങാ. അതുകൊണ്ട് എനിക്ക് ഓഫീസിൽ പോകണം ഡെയിലി. പോണ്ട. അതുകൊണ്ട് എന്നെ ഇപ്പൊ വൈകുന്നേരം ഓഫീസിൽ നിന്ന് ഒന്ന് പിക്ക് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പൊ ഞങ്ങൾ അൺഎക്സ്പെക്ടഡ് ആയിട്ടാണ് ഈ ഡ്രസ് ഇട്ട് വന്നത്. വർഷങ്ങൾക്ക് ശേഷം എന്നിട്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് എനിക്ക് തോന്നുന്നുണ്ട് ബെറ്റർ ആയതുകൊണ്ട് ഞങ്ങൾ രണ്ടിനെ ഇപ്പൊ രാത്രിയിൽ കാണാൻ പറ്റുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് ഫേസ് കണ്ടില്ലെങ്കിലും ഈ ലോക്കൽ വൈറ്റ് ഡ്രസ് കാണാൻ പറ്റും. ലോക്കൽ അല്ല കേട്ടോ, വൈറ്റ് ഡ്രസ് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ എവിടെ എത്തിച്ചാ റോഡില. എന്തായാലും ഇവിടുന്ന് ഒരു 3-3.5 മണിക്കൂർ ട്രാവൽ ഉണ്ട് അവിടെ വരെ. 9 ആവുമായിരിക്കും. 9 ആവുമ്പോഴേക്കും മമ്മി അവിടെ അപ്പൊക്കെ ചുട്ട് നോമ്പായത് കൊണ്ട് ഞങ്ങൾക്ക് ചിക്കൻ കറിയും അവർക്ക് വെജ് കറി ആയിരിക്കും. അപ്പ നോമ്പാ. ഞങ്ങള് സത്യക്രിസ്ത്യാനികളായതുകൊണ്ട് അങ്ങനെ നോമ്പെടുക്കുന്ന പതിവില്ല. ഇരുട്ടാട്ടോ. ഞങ്ങള് വലിയ കാര്യമായിട്ട് വീഡിയോസ് ഒക്കെ എടുക്കാം, സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങള് ഇരുന്നത്. പക്ഷേ ഫസ്റ്റ് ഡേ ഫാൻ ഷോ. ഫസ്റ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തത് ഞാനാണ്. ആര് പറഞ്ഞു? ഷോയില് കാണിക്കായിരുന്നു. ഞാനത് ലോഗിൻ ചെയ്തോണ്ടിരിക്കുവായിരുന്നു. ഫസ്റ്റ് ഐ മീൻ സെലക്ട് ചെയ്ത് ഞാൻ ബുക്ക് ചെയ്യാൻ കയറിയപ്പം ആരും ഇല്ലായിരുന്നു. ഞാൻ അത് എന്തുകൊണ്ടാന്നറിയാമോ? ടിക്കറ്റ് എടുത്തത് എറണാകുളത്തല്ല, എടുത്തേക്കുന്നത് പത്തനാപുരത്താണ്. പത്തനാപുരത്ത് ഫുൾ ടിക്കറ്റാ. കേരളത്തിൽ ടിക്കറ്റ് പോകാത്ത സ്ഥലമില്ലെന്ന് ഞാൻ കേട്ടത്. സത്യമാണ്. ഞാൻ ആദ്യമായിട്ടോ ഫാൻ ഷോയ്ക്ക് പോകുന്നത്. ഫാൻ ഷോയ്ക്കുന്നല്ല, ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയ്ക്ക് പോകുന്നത് ആദ്യമായിട്ടാ. അതുകൊണ്ട് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. നീരാളി ഫാൻ ഷോയ്ക്ക് ഞാൻ ടിക്കറ്റ് ഇല്ലാഞ്ഞിട്ട് എറണാകുളത്ത് തൃശ്ശൂര് പോയി ഞാൻ കണ്ടിട്ടുണ്ട്. നീരാളി ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ. അത് എന്റെ ജീവിതത്തിൽ ഞാൻ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു 3 മണിക്കൂറാ, അല്ലെങ്കിൽ 2.5 മണിക്കൂറാ. ഓ, നമ്മള് ലൈറ്റ് ഇട്ട ഇത്രയും വിട്ടുണ്ട്. Oh my god, എന്നാ ഓഫ് ചെയ്തേക്കാം. അല്ലെങ്കിൽ നാട്ടിൽ തെറി വിളിച്ചാലോ. ഞങ്ങൾ ഞങ്ങളുടെ 3.5 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം ഞാൻ തിരിച്ച് വീട്ടിലെത്തി. കുറേ വീഡിയോസ് ഒക്കെ എടുക്കണം, സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞ് വന്നത്. പക്ഷേ ഒന്നും നടന്നില്ല. ഭയങ്കര ഇരുട്ടായിപ്പോൾ ഞങ്ങളെ കാണത്തില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഇപ്പം ഈ വീഡിയോയിൽ കൂടി അവസാനിപ്പിക്കാം. എന്നിട്ട് അടുത്ത വീഡിയോ തൊട്ട് ഞങ്ങളെ കൂടെ